ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലട്ട് മാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, ഇന്നൊരു കോമഡി ത്രില്ലർ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പ്ലേ ഡേറ്റ് എന്ന അമേരിക്കൻ കോമഡി ത്രില്ലർ. ഇതിലങ്ങനെ ഭയങ്കര കഥയൊന്നും ഒളിച്ചിരിപ്പില്ല. ഒരു സിമ്പിൾ സ്റ്റോറി മുഴുവൻ ഫണ്ണായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഒരപ്പൻ മകനെ പ്ലേ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വിളിച്ചോണ്ട് പോവാ. അപ്പം അതുവഴിയെ വന്ന ഏതോ ഒരു തന്തയും മകനും കൂടെ ചേർന്ന് ഇവരെ കൂടെ കൂടി പിന്നെ അങ്ങോട്ട് വെടിയും പുകയും ഒച്ചയും ബഹളവും. വളരെ സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ ഹീറോ ബ്രയാൻ. പുള്ളിക്കാരൻ ഇപ്പോൾ കുട്ടികളെ ഏതോ പന്ത് പിടിക്കണ ഗെയിം കോച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ കുട്ടികളുടെ ഫൈനൽ മാച്ചാണിത്. പുള്ളിക്കാരൻ പിള്ളേരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ ഇന്നൊരു പ്രത്യേക കളി കളിക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ലൂക്കാസ് എന്ന പ്ലെയറെ ഉപയോഗിക്കുന്നു. ആ ലൂക്കാസ് എന്ന പ്ലെയർ മറ്റാരുമല്ല, ഹീറോയുടെ മകൻ തന്നെയാണ്. ഈ മകന്റെ കയ്യിലേക്ക് നിങ്ങൾ ബോൾ കൊടുക്കണം, അവൻ കൊണ്ടുപോയി എതിർ കോർട്ടിലിടും. അങ്ങനെയാണ് നിങ്ങൾ ജയിക്കേണ്ടതെന്ന് ഹീറോ കുട്ടികളോട് പറയുക. അപ്പോൾ കുട്ടികൾ പറയും, ഇവനൊരു പൊട്ടൻ പ്ലെയറാ, കഴിഞ്ഞ തവണ 2 പെനാൽറ്റി ഉണ്ട്, ടീമിൽ നിന്ന് പുറത്താക്കിയതാ, ഇവനെ ചേർത്ത് കഴിഞ്ഞാൽ ഉറപ്പായും പൊട്ടിപ്പോകുന്നു. എന്നാൽ ഹീറോ സമ്മതിക്കില്ല. അതെന്ത് വർത്താനാ, ഇവൻ നല്ല പ്ലെയറാ, ഇവന്റെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് കളിക്കാൻ പോകുന്നത്, അതിൽ മാറ്റമൊന്നുമില്ല, ഞാൻ കോച്ചാണ്, ഞാൻ പറയുന്ന അനുസരിക്കണം എന്ന് പറഞ്ഞ് പിള്ളേരെയൊക്കെ ആ തീരുമാനത്തിൽ ഉറപ്പിക്കുകയാണ്. ഇവർ കോച്ചിനെ ചീത്ത പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അത് കഴിയുമ്പോൾ മോൻ അപ്പനോട് ചോദിക്കുകയാണ്, അപ്പ ഞാനൊരു നല്ല പ്ലെയർ അല്ല, ഞാൻ കാരണം ടീം തോറ്റുപോയാൽ പിന്നെ എല്ലാ കാലത്തും ഞാൻ പഴി കേൾക്കേണ്ടി വരും, എനിക്കിതിൽ കളിക്കാൻ ധൈര്യമില്ല, എന്നെ വിട്ടേക്കെന്ന് പറയാ. അപ്പൊ അപ്പൻ മകന് പ്രചോദനം കൊടുക്കും. അങ്ങനെ ആത്മവിശ്വാസമില്ലാതെ വർത്താനം പറയല്ലേ, നീ ഏറ്റവും നല്ല പ്ലെയറാ, എനിക്കതറിയാം, അത് ലോകത്തോട് കാണിച്ചു കൊടുക്കുക, ഇത് ഞാൻ നിനക്ക് തരുന്ന മൂമെന്റാ, നിന്റെ മൂമെന്റാ. ഇത്രയും നാളെ നിന്നെ കളിയാക്കിയ കൂട്ടുകാരും നിന്റെ ക്ലാസ്സിലെ പെമ്പിള്ളേരും കൈയടിക്കും. ആ മൂമെന്റാണിത്, നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അവസാന നിമിഷം ഹീറോ പന്തും പിടിച്ച് സ്ലോ മോഷനിൽ കോർട്ടിലേക്ക് വന്ന് വലിച്ചെറിയുന്നത്, അതായിരിക്കും അവരുടെ വിജയം. പിന്നെ ആഘോഷമാണ്, എല്ലാവരും നിന്നെ തോളി കയറ്റി വെച്ച് ആഘോഷിക്കും. പെമ്പിള്ളേരെല്ലാം ലൂക്കാസ് ലൂക്കാസ് എന്ന് പറഞ്ഞ് നിലവിളിക്കും, നിന്റെ പിന്നാലെ ഓടിക്കൂടും. നിനക്കത് വേണ്ടേ? മോൻ പറയും വേണം വേണമെന്ന്. എന്നാൽ ചെന്ന് ധൈര്യമായിട്ട് കളിക്കുന്നും പറഞ്ഞ് അപ്പൻ മകന് നല്ല ഊർജ്ജം പകർന്ന് അവിടുന്ന് പറഞ്ഞു വിടുന്നു. മോൻ ലവ് യു ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകും. പ്ലേ സ്റ്റാർട്ട് ചെയ്തു. ഹീറോയുടെ ടീമിലെ പിള്ളേര് ഹീറോ പറഞ്ഞതുപോലെ തന്നെ ലൂക്കാസിന് പന്തെറിഞ്ഞു കൊടുക്കുന്നു. അവൻ പന്ത് കറക്റ്റായിട്ട് ക്യാച്ച് പിടിച്ചു. ഇനി അത് എതിർ ടീമിന്റെ പോസ്റ്റിലേക്ക് കൊണ്ടുപോകണം. അവൻ ആ പന്തും കൊണ്ട് നടക്കാൻ തുടങ്ങും സ്ലോ മോഷനിൽ. യഥാർത്ഥത്തിൽ ഈ പന്ത് എടുത്തോണ്ട് ഓടണ്ട, അവൻ അപ്പം പറഞ്ഞു കൊടുത്തനുസരിച്ച് പന്തും എടുത്ത് സ്ലോ മോഷനിൽ ഹീറോയെ പോലെ നടക്കുക. ബാക്കിയുള്ളവർ കണ്ട് ഞെട്ടും, ഈ ചെറുക്കൻ എന്താ പറ്റിയെന്ന്. എന്നാൽ ഹീറോയ്ക്ക് മനസ്സിലായി, എല്ലാം പറഞ്ഞു കൊടുത്തതിൽ ആ സ്ലോ മോഷന്റെ കാര്യം പറയണ്ടായിരുന്നു എന്നിപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലായത്. എന്തായാലും മെല്ലെ പോകുന്ന പയ്യനെ എതിർ ടീമുകാർ ഇടിച്ചു വീഴ്ത്തി ആ പന്തെടുത്തോണ്ട് പോയി അടിച്ച് അവർ കളി ജയിച്ചു. നമ്മുടെ ചെറുക്കൻ അനക്കൂല. അവസാനം അവനെ എഴുന്നേപ്പിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഇവർ പറഞ്ഞു വിട്ടു. അത് കഴിയുമ്പോൾ ഭാര്യ വരുന്നു. ഭാര്യയ്ക്ക് ഹീറോയുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലായി. ഒരുപക്ഷെ ലൂക്കാസ് ഒരു സ്പോർട്സ്മാൻ ആയിരിക്കില്ല, ചിലപ്പോൾ കലാകാരനായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ വഴിയെ പരിശ്രമിച്ചുകൂടെ എന്നാണ് അമ്മ ചോദിക്കുന്നത്. കാരണം ഈ ചെറുക്കൻ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്, പാട്ടുപാടി ഡാൻസ് ചെയ്യുന്നവന് ഇഷ്ടമാണ്, നമുക്ക് അങ്ങനെ നോക്കിക്കൂടെ എന്നാണ് അമ്മ ചോദിക്കുക. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, ഞാനും എൻ്റെ അച്ഛനും കണക്ട് ആയത് സ്പോർട്സിലൂടെയാണ്, ഞങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട്, അത് വിചാരിച്ചിട്ടാണ് ഞാൻ ലൂക്കാസുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, അവിടെ എനിക്ക് പിഴച്ചുപോയി. ഇത് കേൾക്കുമ്പോൾ ഭാര്യ പറയും, സ്പോർട്സ് തന്നെ വേണമെന്നില്ല, സ്നേഹത്തോടെ എന്ത് പ്രവൃത്തി ചെയ്താലും നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവും, അവന് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, അവന് കാവൽക്കാരനായി നിങ്ങളുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അമ്മ അച്ഛന് ഉമ്മ കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഹീറോ ലൂക്കാസിന്റെ സ്റ്റെപ്പ് ഡാഡിയാണ്, രണ്ടാനച്ഛനാ. പയ്യന്റെ സ്നേഹം പിടിച്ചു പറ്റാനാണ് ഹീറോ ഇമാരി പരിപാടിയൊക്കെ കാണിക്കുന്നത്. എന്തായാലും അത് കഴിഞ്ഞിപ്പോ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് കൂടെ കളിക്കുന്ന കൂട്ടുകാര് നമ്മുടെ ലൂക്കാസിനെ റാഗ് ചെയ്തുകൊണ്ടിരിക്കുക, അവൻ കളി തോപ്പിച്ചതുകൊണ്ട്. അപ്പോഴായിരിക്കും ഹീറോ അങ്ങോട്ട് വരിക. പിള്ളേര് ലൂക്കേനെ തല്ലുന്ന കണ്ടിട്ട് ഹീറോ, ഏതെങ്കിലും ഒരുവൻ ഈ ചെറുക്കന്റെ മേത്ത് കൈവച്ചാൽ ഞാൻ ചന്തി തല്ലി പൊളിക്കും, ഒന്നിനെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് ഈ പിള്ളേരോട് ധൈര്യം ഉണ്ടെങ്കിൽ ഈ പയ്യനല്ലാതെ എന്നെ ഇടിക്കാൻ പാടാന്ന് പറയുന്നുണ്ട്. എല്ലാ പിള്ളേരും പേടിക്കുമെങ്കിലും ഒരു വലിയ ചെറുക്കൻ ഞാൻ നിങ്ങളുമായിട്ട് അടികൂടാൻ തയ്യാറാണെന്നും പറഞ്ഞ് എഴുന്നേറ്റ് വരുന്നു. ഹീറോ ഞെട്ടുവനെ കണ്ടിട്ട്, നീ ഏതാടാ, നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നീ എങ്ങനെ ഈ പിള്ളേരുടെ ഇടയിൽ വന്നു, നിന്നെ ആയിട്ട് അടികൂടാൻ എനിക്കിഷ്ടമല്ല, മാത്രമല്ല ഞങ്ങൾ രാവിലെ ഭക്ഷണവും കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കാതെ ഇമാതിരി വഴക്ക് കൂടുന്നതിൽ എനിക്ക് താല്പര്യമില്ല, ഞങ്ങൾ പോയി വല്ലതും കഴിക്കട്ടെ എന്നും പറഞ്ഞ് ഹീറോ പെട്ടെന്ന് തന്നെ ലൂക്കേനെയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. അത് കഴിഞ്ഞ് ലൂക്കേയുടെ അടുത്ത് പറയും, ആ പിള്ളേര് ശരിക്കും എന്നെ കണ്ട് പേടിച്ചില്ലെന്ന് തോന്നുന്നു, ഞാൻ തിരിച്ചു പോയി ഒന്നുകൂടി മിരട്ടട്ടെ, ആ വലിയ പയ്യൻ ഇടിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ലൂക്ക പറയും, അങ്ങനെയൊന്നും ചെയ്യേണ്ട അച്ഛാ, ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി, അതുകൊണ്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാം. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് സങ്കടാവും. ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല, പിള്ളേരെ ഉപദ്രവം നീ സഹിച്ചുകൊണ്ടിരിക്കുവാണോ എല്ലാ ദിവസവും, ഇത് ശരിയല്ല എന്നും പറഞ്ഞിട്ട് അപ്പൻ ചെന്ന് അമ്മയുടെ അടുത്ത് ഈ കാര്യം പറയും. അപ്പൊ അമ്മ ഈ കാര്യം സ്കൂളിൽ അറിയിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അതിന് ഹീറോ, നമ്മൾ ഈ കാര്യം സ്കൂളിൽ അറിയിച്ചാൽ ആ
ആ പിള്ളേർക്ക് വീണ്ടും പയ്യനോട് ദേഷ്യമാവും. പിന്നെ അവർ തക്കം നോക്കിയിരിക്കും അവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങനെ ചെയ്യണ്ട, മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. എന്തായാലും ലൂക്കയ്ക്ക് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം, അവന് ഞാനുണ്ടല്ലോ കൂടെ, ഇതിനൊരു വഴി ഞാൻ കണ്ടുപിടിക്കാമെന്നും പറഞ്ഞിട്ട് ഹീറോ ജോലി സ്ഥലത്തേക്ക് പോവാണ്. ഹീറോ ഏതോ ഒരു വലിയ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഫോറൻസിക് അക്കൗണ്ടന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഈ കമ്പനിയിൽ 3-4 ബോസുമാരുണ്ട്, പണിയൊന്നും ചെയ്യാത്ത പണക്കാരന്റെ മക്കള്. ഏതോ പണക്കാരനുണ്ടാക്കിയ കമ്പനി അത്. അപ്പന് സുഖമില്ലാണ്ടായപ്പം മക്കളെടുത്ത് നടത്താൻ തുടങ്ങി. ഈ മണ്ടന്മാർക്ക് ജോലി അറിയാത്തതുകൊണ്ട് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഇത് ഡാഡി അറിയാൻ പാടില്ല. സോ അക്കൗണ്ടന്റായ നമ്മുടെ ഹീറോയോട് കള്ളക്കണക്ക് കാണിക്കാൻ പറയും ഡാഡിക്ക് മുന്നാകെ. എന്നാൽ ഹീറോ വളരെ സത്യസന്ധനായതുകൊണ്ട് പുള്ളി എന്റെ ഡാഡി അല്ലല്ലോ, നിങ്ങളുടെ അല്ല ഡാഡി, അതുകൊണ്ട് ഉള്ള കണക്കേ ഞാൻ കാണിക്കുള്ളൂ എന്ന് പറയും. ഉടനെ ഈ പിള്ളേര് ദേഷ്യപ്പെട്ട് നിന്നെ അക്കൗണ്ടന്റായി ഞങ്ങൾക്ക് വേണ്ട, നീ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പൊക്കോന്നും പറഞ്ഞ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട സങ്കടത്തിൽ വീട്ടിൽ വന്നിരിക്കുമ്പോൾ പയ്യൻ പുതുതായിട്ട് പഠിച്ച ഡാൻസ് മൂവൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പനും അമ്മയ്ക്കും. അതുകൊണ്ട് ഹീറോ പേടിച്ചിരിക്കുകയായിരിക്കും. ജോലി പോയ കാര്യം ഭാര്യയോട് പറയുന്നുണ്ട്. ഇപ്പൊ ഭാര്യ പറയും ഭാര്യ മുന്നേ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പൊ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് പുള്ളിക്കാരി ജോലിക്ക് പോകാം. ഹീറോയ്ക്ക് നല്ലൊരു പണി കിട്ടുന്നവരെ ഹീറോ ഒരു ഹൗസ് ഹസ്ബൻഡായിരുന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി കുട്ടീനെയും നോക്കാൻ പറയും. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഹീറോയും അതിന് സമ്മതിക്കുകയാണ്. കുടുംബം മുന്നോട്ട് പോകണമല്ലോ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭാര്യ ജോലിക്ക് പോയി, മോൻ സ്കൂളിൽ പോയിട്ടില്ല. ഹീറോയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. മോൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുക. എന്താടാ മോൻ ഇന്ന് സ്കൂളില്ലെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ടീച്ചർമാർക്ക് ട്രെയിനിങ് ഉള്ള ദിവസമാണ്, കുട്ടികളെ എങ്ങനെ നന്നായിട്ട് പഠിപ്പിക്കണം, അവരെ മാനസികാരോഗ്യം എങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ക്ലാസ് ടീച്ചർമാർക്ക് കൊടുക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് പിള്ളേർക്ക് അവധിയാണ്. അതിനൊക്കെ അവധി കൊടുക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ സിസ്റ്റം ശരിയല്ല, വേറെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കണമെന്ന് അപ്പൻ ചോദിക്കുക. മോൻ പറയും വേണ്ട, ഇന്നത്തെ ലീവ് എനിക്കിഷ്ടമാണ്, നമുക്ക് എന്തെങ്കിലും കളിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാം, നാളെ ഇനി ക്ലാസ്സിൽ പോയാൽ മതിയല്ലോ. എന്ത് കളിയാ കളിക്കുകയെന്ന് മോൻ അപ്പനോട് ചോദിക്കുക. അപ്പനൊന്നും അറിയാൻ പാടില്ല. പുള്ളിക്കാരനൊരു കാര്യം ചെയ്യും, വലിയൊരു പസിലിൻ്റെ ബോക്സ് എടുത്ത് അതെല്ലാം ഒരുമിച്ച് കൂട്ടി കളിപ്പാട്ടം ഉണ്ടാക്കി വൈകുന്നേരം വരെ കളിക്കാൻ പറയുക. ഇവനാ പസിൽ ഇഷ്ടപ്പെട്ടില്ല, ഇത് കൊച്ചു പിള്ളേർ കളിക്കുന്ന കളിയാണ്, നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാം, അതിനു മുന്നേ എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം തായോ എന്ന് പറഞ്ഞ് മോൻ അപ്പനോട് ചോദിക്കും. അപ്പന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആഴ്ചയിൽ ഒരു ദിവസം വ്രതം എടുക്കുന്നത് നല്ല അത്രേ, ഞാൻ നിന്റെ കൂടെ ചേർന്ന് നമുക്ക് 2 പേർക്ക് വ്രതം എടുത്താലോ, ഹെൽത്തിന് അത് നല്ലതാണ്. ഇത് കേട്ട് മോൻ പറയും വ്രതമൊക്കെ എടുക്കാം, പക്ഷെ ഇപ്പം എനിക്ക് വിശക്കുന്നുണ്ട്, അമ്മ കാലത്ത് ബ്രെഡ് കൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കും, ഞാനത് കണ്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാക്കി തന്നാലും മതിയെന്ന് മോൻ പറയാ. ഉടനെ അപ്പൻ എന്നാ ഒരു വഴിയുണ്ടെന്നും പറഞ്ഞ് ബ്രെഡ് എടുത്ത് ഈ ചെറുക്കൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നീ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ ഉണ്ടാക്കി കഴിച്ചോ എന്ന് പറയും. പയ്യൻ വേറെ വഴിയില്ലാതെ ആ ബ്രെഡ് പെറുക്കി തിന്നുന്നു. ഇനിയിപ്പോൾ കളിക്കാൻ പോകണം, എന്നാൽ പിന്നെ അടുത്തുള്ള പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിക്കാമെന്നും പറഞ്ഞ് അപ്പം കുറേ ബോളും എടുത്ത് പ്ലേ ഗ്രൗണ്ടിൽ പോവുകയാണ് മോൻ്റെ കൂടെ. അവൻ ആ ബോളൊന്നും കളിക്കാൻ അറിഞ്ഞൂടാ, ആകെ അറിയുന്ന കളി ടിക്ടോക്കിലെ പാട്ട് കേട്ട് ഡാൻസ് ചെയ്യൽ. ഞാൻ അത് ചെയ്തോളാമെന്നും പറഞ്ഞ് അവനൊരു മൂല മാറിയെന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് ഹീറോ ശ്രദ്ധിക്കുന്നത് പുള്ളിക്കാരൻ്റെ കാറ് ഹോണ്ടയാ, അതേപോലത്തെ വേറെയും 3-4 വണ്ടികൾ നിൽക്കുന്നു. ഇതൊക്കെ ആരുടേതാണാവോ, ആരുടെയെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് പുള്ളി ഒരു ബെഞ്ചിൽ വന്നിരുന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അവിടെ ഒരു 4 അമ്മച്ചിമാർ നിൽപ്പുണ്ട്. അതിലൊരമ്മച്ചി ഹീറോയുടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ പേരെന്താ, ഊരേതാ, നിങ്ങൾ എന്തിനിവിടെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഹീറോ ഒരു പയ്യൻ്റെ അച്ഛനാണെന്ന് മനസ്സിലാവുമ്പോൾ പുള്ളിക്കാർ ചോദിക്കും ഞങ്ങൾ 4 പേരും മമ്മ മാഫിയ എന്ന് പറഞ്ഞ ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളിങ്ങനെ കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം അവരെ കൊണ്ടുവന്ന് കളിക്കാൻ വിട്ടിട്ട് ക്ലബിലേക്ക് പോയി നല്ല മദ്യപിച്ച് ഫുൾ എൻജോയ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാറുള്ളൂ. ഞങ്ങളൊരു ടീം ആയതുകൊണ്ടാണ് ഒരേപോലത്തെ കാറ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കാറും അതുപോലുള്ളതുകൊണ്ട് നിങ്ങളെയും ഗ്യാങ്ങിലേക്ക് ചേർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, തയ്യാറാണോ എന്ന് ചോദിക്കും. കള്ളു കുടിക്കാൻ തയ്യാറാണോ? ഇപ്പോൾ ഹീറോ ഇല്ല, പകൽ സമയത്ത് ഞാൻ കള്ളു കുടിക്കാറില്ല, മാത്രമല്ല എൻ്റെ മോൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എൻജോയ് ചെയ്തോ, ഞാൻ ഈ ടീമിലില്ല എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നിൽക്കുക. അപ്പോഴായിരിക്കും ഈ ചെറുക്കൻ പ്ലേ ഗ്രൗണ്ട് വിട്ട് എങ്ങോട്ടോ കളിച്ചുകൊണ്ട് പോകുന്ന കാണുക. അവൻ മാറിപ്പോയാൽ GPS അത് കണ്ടുപിടിക്കാൻ പറ്റും. ചെറുക്കൻ്റെ കയ്യിൽ ഒരു GPS ട്രാക്കറുണ്ട്. പയ്യൻ തൊലഞ്ഞു പോകാതിരിക്കാൻ ഞാനും കൂടെ ചേർന്ന് അവൻ്റെ ഒപ്പം കളിക്കാൻ പോകാമെന്നും പറഞ്ഞ് ഹീറോ എഴുന്നേറ്റ് പോകും. എന്നിട്ടൊരു എറിയുന്ന പന്തെടുത്ത് പയ്യനെ പന്തേറ് പഠിപ്പിച്ചു കൊടുക്കുക. അവനാണെങ്കിൽ പിടിക്കാനും അറിഞ്ഞൂടാ, എറിയാനും അറിഞ്ഞൂടാ. ഹീറോയ്ക്കാണെങ്കിൽ തെറിച്ചു പോണ പന്ത് ദൂരെ പോയി എടുത്തെടുത്ത് വയ്യാണ്ടായി, നടക്കാൻ പറ്റൂല, ഗുണ്ടപ്പന് വലിയ ക്ഷീണമായിട്ടിരിക്കുക. അപ്പോഴായിരിക്കും തൊട്ടടുത്തായി ഒരു മസിലൻ തന്തയും മകനും റോക്കറ്റ് പോലെ പന്തെറിഞ്ഞ് കളിക്കുന്ന കാണുന്നത്. ഒരുമാതിരി വെറി പിടിച്ച തന്തയും മോനും. ഇതാരാണാവോന്നും പറഞ്ഞ് അവരെ കണ്ട് പേടിച്ച് സ്ഥലം മാറിപ്പോകാൻ നിൽക്കുമ്പോഴാണ് ഈ മസിലൻ തന്ത ഹീറോയുടെ അടുത്തേക്ക് ഓടി വന്ന് ഈ എറിയുന്ന പന്ത് ഇങ്ങനെയല്ല എറിയേണ്ടത്, നല്ല കനത്തി കൈകൊണ്ട് പിടിച്ചിട്ട് ഫോഴ്സ് ആയിട്ട് എറിയണം, എന്നാലേ ലക്ഷ്യസ്ഥാനത്ത് പോകും, ഞാൻ പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് ഹീറോയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഹീറോ എനിക്കറിയാം നിങ്ങൾ പഠിപ്പിച്ചു തരണ്ട, പോയി നിങ്ങളുടെ പണി നോക്കുമെന്നും പറയും. എന്നാൽ പുള്ളിക്കാരൻ വിടുന്ന മട്ടില്ല, എൻ്റെ മോന് നിങ്ങളെ മോനെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, അവർ കൂട്ടുകാരായി, എന്നാൽ പിന്നെ നമ്മളും കൂട്ടുകാരായിട്ട് പഠിക്കാമെന്നും പറഞ്ഞ് ഇവർ പരസ്പരം പന്തെറിഞ്ഞ് പിടിക്കുന്നത് അപ്പനും മകനും പഠിപ്പിച്ചു കൊടുക്കുക. പന്ത് ഓടി റഗ്ബി മാച്ചിൽ പിടിക്കുന്ന പോലെ മസലിൻ ഹീറോയെ കുത്തിമറിച്ചിടും. എന്നിട്ട് കാമുകന്മാരെ പോലെ കെട്ടിപ്പിടിച്ച് കിടക്കുക. മസലിന് ഹീറോയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ
നിങ്ങൾ ക്യൂട്ടാണെന്ന് പറയും പുള്ളിക്കാരൻ. ഒന്ന് എഴുന്നേറ്റ് മാറാവോ എന്ന് ചോദിച്ച് ഹീറോ അയാളെ പിടിച്ച് മാറ്റുന്നു. ഈ സമയത്ത് പിള്ളേര് ഒരു പൂമ്പാറ്റയെ പിടിച്ചോണ്ടിരിക്കുക. അതിൽ ആ മസിലന്റെ പയ്യൻ പൂമ്പാറ്റയെ പിടിച്ച് വായിലിട്ട് തിന്നുകളയും. അപ്പൊ മസിലൻ ഹീറോയോട് ചോദിക്കുക, നിങ്ങളുടെ പയ്യൻ അങ്ങനെ ചെയ്യാറുണ്ടോന്ന്. ഹീറോ പറയും, അവൻ 1 വയസ്സുള്ളപ്പോഴൊക്കെ ചെയ്യുമായിരുന്നു, ഇത്രയും എരുമ പ്രായത്തിൽ ചെയ്യാറില്ലാന്ന്. അത് കേട്ട് മസിലൻ, എന്റെ മകന് മാനസിക വളർച്ച ഇത്തിരി സ്ലോ ആവാൻ തോന്നുന്നുണ്ട്, അതായിരിക്കും ഇപ്പോഴും എന്ത് കിട്ടിയാലും വായിലെടുത്തിടുന്നു. എന്തായാലും എന്റെ പേര് ജെഫ് എന്നാണ്, നിങ്ങളുടെ പേരെന്താണെന്ന് അയാൾ ചോദിക്കും. ഹീറോ പറയും ബ്രയാൻ. അപ്പൊ മസിലൻ, ബ്രയാൻ എന്ന് പറഞ്ഞ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ബോംബ് തലയിൽ കെട്ടിവെച്ച് പൊട്ടിത്തെറിച്ചാണ് അയാൾ മരണപ്പെട്ടത്. ഞങ്ങൾ ആർമിയിൽ ഒരുമിച്ചായിരുന്നു. തന്നെ കണ്ടപ്പോൾ എനിക്ക് അയാളുടെ ഓർമ്മ വരുന്നു. എന്തായാലും പുതിയൊരു കൂട്ടുകാരനെ കിട്ടിയതിൽ സന്തോഷം. ഇത് കേൾക്കുമ്പോൾ ഹീറോ ഇവൻ ആളത്ര പന്തിയല്ല എന്ന് തോന്നിയിട്ട് മോനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ റെഡിയാവും. മോനെ വായോ, അമ്മ വീട്ടിൽ അത്താഴം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് വീട്ടിൽ പോകണ്ടേ. ഇതിട്ട് മോൻ പറയും, അപ്പം ഇത് രാവിലെ 10 മണിയാ, ഇപ്പോഴാണ് അമ്മ അത്താഴം ഉണ്ടാക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്. ആക്ച്വലി ഈ പയ്യൻ, അവന്റെ പേര് CJ എന്നാ, മസിലന്റെ മോൻ. CJ ഈ നാട്ടിലേക്ക് പുതുതായിട്ട് വന്ന ആളാ. അവന്റെ വീടിന് പുറകിൽ വലിയൊരു മരം ഉണ്ടത്രേ. അവൻ വീട് കാണാൻ എന്നെ വിളിച്ചു. നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്തായാലും നമ്മളിവിടെ കളിക്കുന്നില്ല, അവിടെ പോയിരുന്നാൽ കുറച്ച് സമയം പോകില്ലേ, നമുക്ക് അങ്ങോട്ട് പോവാച്ചാ, പ്ലീസ് പോവാന്ന് പറഞ്ഞ് മോൻ ഹീറോയോട് ചോദിക്കുക. മോനിങ്ങനെ കേണപേക്ഷിക്കുമ്പോൾ ഹീറോയ്ക്ക് മറുത്തൊന്നും പറയാൻ കഴിയുന്നില്ല. ശരി, അവന്റെ ആഗ്രഹം അനുസരിച്ച് നമുക്ക് പോകാന്ന് പറയും അപ്പൻ. അത് കഴിയുമ്പോൾ ഈ മസിലനും മകനും തമ്മിൽ ഒരു സ്നേഹ പ്രകടനമുണ്ട്. പരസ്പരം റെസ്ലിംഗിലെ പോലെ ശരിക്കും അവന്മാര് തമ്മി ഇടിക്കും. ഇതെന്ത് സ്നേഹമാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായില്ല. എന്തായാലും അവരിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുമെന്ന് ഹീറോ മോനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞവര് ആ മസിലൻ വീട്ടിലേക്ക് വിളിച്ചനുസരിച്ച് അയാളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പോകാൻ നേരത്തെ തന്നെ അപ്പൻ മോനോട് പറയും, പുള്ളിക്കാരെ ഒന്ന് സൂക്ഷിക്കണം, എന്തായാലും ഞാൻ അമ്മയ്ക്ക് ലൊക്കേഷനും പുള്ളിയുടെ നമ്പറും അയച്ചിട്ടുണ്ട്, ഒരുപക്ഷെ അയാൾ നമ്മളെ കൊല്ലുകയാണെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ എവിടെ വെച്ചാൽ സംഭവിച്ചതെന്ന്. അധികം പുള്ളിക്കാരനോട് കൂട്ടുകൂടണ്ടെന്നും പറഞ്ഞ് ഇവർ ആ വീട്ടിലേക്ക് ചെന്ന് കയറും. മസിലിന് ഇവരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. വീടൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുക, ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല, ഇവർ ജസ്റ്റ് മൂവിനായതേ ഉള്ളൂ. പുള്ളിക്കാരൻ തന്റെ പഴയ ആർമി കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങേരെ ലീഡറായിരുന്ന ഒരു കേണലിന്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഈ വന്ന വിരുന്നുകാരെ കംഫർട്ട് ചെയ്യിക്കാൻ വേണ്ടി പയ്യൻ ലൂക്കാസിന്റെ അടുത്ത് പുള്ളി ഒരു കാര്യം പറയും. നിനക്കറിയോ, 2 പട്ടാളക്കാരെ തല പിളർന്ന് തലച്ചോറ് പുറത്തു വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, രക്തമൊക്കെ ഇങ്ങനെ ചീറ്റുമായിരുന്നു, എന്താ സൂപ്പർ അല്ലേ എന്ന്. ചെക്കൻ്റെ മുഖമൊക്കെ ഉണങ്ങിപ്പോയി. അവൻ ഞങ്ങൾ പുറത്തു പോയി കളിക്കുക ഡാഡി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. അത് കഴിയുമ്പോൾ ഹീറോ ഇതുപോലത്തെ ത്രസിപ്പിക്കുന്ന കഥയൊക്കെ പറഞ്ഞ് താൻ ആൾക്കാരെ കൊല്ലാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ മസിലൻ കയ്യിലൊരു തോക്കെടുത്ത്, വേണ്ടി വന്നാൽ ഞാൻ നിന്നെ കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് കളയും. നോക്കുമ്പോൾ അത് കെച്ചപ്പായിരിക്കും. ഒരു തോക്കാകൃതിയിലുള്ള കെച്ചപ്പ് ഡിസ്പെൻസറാണത്. പുറത്തു വന്ന തക്കാളിച്ചാറ ഇയാൾ നക്കുന്നുണ്ട്. ഈ സമയത്താണ് ലൂക്കാസ് അകത്ത് വന്ന് അച്ഛനോട് പറയാ, ജെഫിനെ കണ്ടോ അച്ഛാ, ആള് സൂപ്പർ കൂളല്ലേ, എന്ത് വലിയ സൈസാ, ഹൾക്കിനെ പോലെ ഉണ്ട്, ഇതുപോലത്തെ ആൾക്കാർ നമ്മുടെ സ്കൂളിൽ ഇല്ലല്ലോ. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, വലിയ സൈസ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അത് ആക്ച്വലി ജെനറ്റിക്സാ. അവന്റെ അപ്പൻ ഇതുപോലെ പെരുത്ത കാളയായിരിക്കും, അമ്മ ഏതെങ്കിലും അമേരിക്കൻ എരുമയായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പിള്ളേരൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, അവർക്ക് ബുദ്ധി ഉണ്ടാവില്ല, മാത്രമല്ല അവർ പെട്ടെന്ന് ചത്തുകയും ചെയ്യും, അതുകൊണ്ട് ഇവരെ ശ്രദ്ധിക്കണ്ട, നീ പോയി കളിക്കെന്നും പറഞ്ഞ് പിള്ളേരെ പറഞ്ഞുവിടാം. അത് കഴിഞ്ഞിട്ട് ഹീറോ മസിലിനോട് ചോദിക്കും, പുള്ളിക്കാരന്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റിയെന്ന്. പുള്ളിക്കാരന്റെ ഭാര്യ മരിച്ചു അത്രേ, അതുകൊണ്ടാണ് മകനെയും കൊണ്ട് ഈ നാട്ടിലേക്ക് മാറി താമസിക്കാൻ വന്നത്. മകന്റെ പേര് CJ എന്നാ. ഈ CJന്റെ ഫുൾ ഫോം എന്താണെന്ന് ഹീറോ ചോദിക്കുകയാണ്. മസിലൻ പറയും ക്രിസ്റ്റഫർ ജിഫ് ആണെന്ന്. ജിഫോ, അങ്ങനെ ഒരു സർനെയിം ഉണ്ടോ? നോക്കുമ്പോൾ ടേബിളിൽ ജിഫ് എന്ന് പേരുള്ള ഒരു പീനട്ട് ബട്ടർ ഉണ്ട്. താൻ ഇത് കണ്ടിട്ടാണോ മകന് പേര് വെച്ചെന്ന് ചോദിക്കും ഹീറോ. അപ്പൊ മസിലൻ പറയാണ്, ആക്ച്വലി അവന്റെ അമ്മയ്ക്ക് പീനട്ട് ബട്ടർ ഒരുപാട് ഇഷ്ടമായിരുന്നു, അതും ജിഫ് കമ്പനിയുടെ, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു പേര് വെച്ചത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂക്കാസ് CJയുമായി അങ്ങോട്ട് ഓടി വരാം. അവൻ ഹീറോയോട് പറയും, അച്ഛാ പുറത്തുനിന്ന് ആരോ ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആരാന്നറിയില്ല, പേടിയാവുന്നെന്ന്. ഉടനെ നമ്മുടെ മസിലൻ പുറത്ത് ചെന്ന് നോക്കുന്നുണ്ട്. അയാൾക്ക് എന്തൊക്കെയോ പിടികിട്ടി. എന്നാൽ പുള്ളിക്കാരൻ അത് മറച്ചു വെച്ചിട്ട്, നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവിടെ നല്ല ഭക്ഷണമൊന്നുമില്ല, പുറത്ത് നിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാം, നിങ്ങൾക്ക് കളിക്കുകയും ചെയ്യാം, അതെല്ലാം അടിപൊളി ഐഡിയ എന്നും പറഞ്ഞ് പിള്ളേരെയും പൊക്കിയെടുത്ത് ഇയാൾ ചെന്ന് കാറി കയറും. ഹീറോയ്ക്ക് മനസ്സിലാവില്ല എന്താ സംഭവിക്കണമെന്ന്. എന്തായാലും ഹീറോയും കൂടെ പോകുന്നുണ്ട്. ഇപ്പൊ ആരോ സ്നൈപ്പർ വെച്ച് ഇവരെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടാവും. അത് കഴിയുമ്പോൾ അപ്പന്മാര് 2 പേരും പിള്ളേരെ ഒരു പ്ലേ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ തന്നെ കളിക്കാനിരിക്കുകയാണ്. ഈ CJ എന്ന് പറഞ്ഞ ചെറുക്കൻ അനാവശ്യത്തിന് അഡ്വഞ്ചർ കാണിക്കുന്നുണ്ട്. ഒരു സാധാരണ പയ്യനെ പോലെ പെരുമാറുന്നില്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇത്തിരി കൂടുതലാണ്. അപ്പോഴാണ് മസ്ലം പറയാ, കുറെ നാൾക്ക് ശേഷമാണ് എന്റെ മകനൊരു ബെസ്റ്റ് ഫ്രണ്ട് കിട്ടുന്നത്, അതുപോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കിട്ടി. ഇനി എന്റെ തമാശയും കളികളും എല്ലാം തന്റെ കൂടെ ആയിരിക്കും. എന്റെ ജീവിതം ഇപ്പോഴാണ് പൂർണ്ണമായത്. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് കുറച്ച് വിയേർഡായിട്ട് തോന്നും. ആക്ച്വലി താനൊരു കൂളായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്, അതെനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതിനോട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. നമ്മൾ പരസ്പരം മനസ്സിലാക്കിയിട്ട് പോലുമില്ല, അപ്പോഴേക്കും ബെസ്റ്റ് ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാ, എനിക്ക് കുറച്ച് സമയമൊക്കെ വേണം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം മറ്റൊരു പെരുത്ത മസിലൻ ഈ പ്ലേ സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നുണ്ട്. അവനെ കാണുമ്പോൾ മസിലൻ ഒന്നും മിണ്ടാതെ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പോവാ.
ഇത് കാണുമ്പോൾ ഹീറോ വിചാരിക്കും ഹീറോ പറഞ്ഞ് പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. സോറി, ഞാൻ താൻ വിഷമിക്കാൻ പറഞ്ഞല്ല, താൻ നല്ല കൂട്ടുകാരൻ തന്നെയാ, നമുക്കത് പറഞ്ഞ് പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഹീറോ തിരിച്ചു വിളിക്കുക. പക്ഷെ അയാൾ മൈൻഡാക്കാതെ ഈ മസിലിന് പുറകെ ചെന്ന് അയാൾ കയറിയ മുറി കയറി അവിടെ ഉണ്ടായിരുന്ന വേറെ ആരെയോ അടിച്ചിടും പുള്ളിയാന്ന് വിചാരിച്ചിട്ട്. ഉടനെ ഒളിച്ചിരുന്ന ആ വില്ലൻ മസിലൻ ചാടി വന്ന് സെക്കൻഡ് ഹീറോ ആയിട്ട് അടിയുണ്ടാക്കുന്നു. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞടി. ഈ നമ്മുടെ മസിലൻ നീ എങ്ങനെയാണ് എന്നെ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചിട്ട് മറ്റവന്റെ മോന്തയ്ക്ക് ഇടിക്കുന്നുണ്ട്. അവന്റെ ബോധം പോയി. പിന്നെ അവന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ആ നേരത്ത് ഇവിടെ ഹീറോയും മകനും കൂടെ ഒരു പിസ മേടിക്കും. എന്നാൽ സീജെ ഇതുവരെ പിസ കണ്ടിട്ട് പോലുമില്ല. ഇത് പിസയാണോ, ഇതെങ്ങനെയാ കഴിക്കണേന്ന് ആ പയ്യൻ ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ഹീറോ നിന്റെ അച്ഛൻ ഇതുവരെ നിനക്ക് പിസ വാങ്ങിച്ച് തന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ പയ്യൻ പറയും ജിഫന്റെ അച്ഛനല്ല, പുള്ളിക്കാരനെ എനിക്ക് അറിയില്ല, പുള്ളി എന്നെ എടുത്തുകൊണ്ട് വന്നു, അത് മാത്രമേ അറിയുള്ളൂ എന്ന്. അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി ഈ ജിഫ് എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുകയാണെന്ന്. ആദ്യം മുതലേ അയാളെ പെരുമാറ്റത്തെ ഹീറോയ്ക്ക് സംശയം ഉണ്ടായിരുന്നു. ഇത് കിഡ്നാപ്പാന്ന് മനസ്സിലാക്കിയ ഉടനെ ഹീറോ വായോ നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസുകാരുടെ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞ് പിള്ളേരെയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങാണ്. ആ സമയത്ത് ഹീറോ തന്റെ ഫോണ് മറന്നു വെച്ചു. ഈ പിള്ളേരെ വിളിച്ച് പുറത്തിറങ്ങാൻ നേരം അവിടുത്തെ സെക്യൂരിറ്റി സമ്മതിക്കില്ല. കാരണം സ്വന്തം മകനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാൻ പറ്റൂ, അന്യാളുടെ മകനെ വിളിച്ചോണ്ട് പോകാൻ പറ്റില്ല. അവര് തമ്മിലുള്ള റിസ്റ്റ് ബാൻഡ് സെയിം ആണെങ്കിലേ വിടുള്ളൂ. ഈ സെക്യൂരിറ്റി ചേച്ചി ആ സീജയോട് ചോദിക്കുന്നുണ്ട് ഹീറോനെയും പയ്യനെയും അറിയുമോന്ന്. ആ പയ്യൻ പറയും എനിക്കറിയാൻ പാടില്ല, ഞാൻ ഇവരെ വഴി വെച്ച് കണ്ടാണെന്ന്. ഇതിപ്പോ എന്താ സംഭവിക്കണമെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുമ്പോഴേക്കും ആ പെരും മസിലിന് അങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞു. അവൻ ഈ പിള്ളേരെയും വിളിച്ചോണ്ട് വായോ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് കാറിനടുത്തേക്ക് കൊണ്ടുപോവാണ്. ഹീറോ ആ മസിലിനെ പിടിച്ച് ചോദിക്കും സീജ ശരിക്കും നിന്റെ മകനല്ലല്ലോ, പിന്നെ എന്തിനാണ് നീ അവനെയും കൊണ്ട് നടക്കുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? നീ ശരിക്കും ആരാണ്? ആ സമയത്ത് ബോധം വന്ന മറ്റേ വില്ലൻ മസിലൻ തോക്കുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. വേറെ കുറെ ആൾക്കാർ കാറിലും അങ്ങോട്ട് വരുന്നുണ്ട്. ഹീറോ ചോദിക്കുകയാണ് ഇവന്മാരൊക്കെ ആരാണെന്ന്. മസിലൻ പറയും അവന്മാർക്ക് എന്നെയും കൊല്ലണം, എന്റെ കൂടെ ഉള്ളതുകൊണ്ട് അവന്മാര് നിന്നെയും കൊല്ലും. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, എത്രയും പെട്ടെന്ന് കാറിനകത്തേക്ക് കയറിക്കോ, അല്ലെങ്കിൽ അവന്മാര് നിന്നെ ഷൂട്ട് ചെയ്യും. ഇതിവര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വില്ലൻ അവിടെ ഉണ്ടായിരുന്ന ഒരു മാസ്കോട്ടിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തും. സോ വെളിയിൽ നിന്നാ പണിയാവുന്ന മനസ്സിലാക്കിയിട്ട് ഹീറോ കാറിനകത്ത് കയറുക. കുഞ്ഞു പയ്യനും പേടിക്കുന്നുണ്ട്. ഹീറോ പേടിക്കണ്ട മോനെ, നമ്മൾ പോലീസും കള്ളനും കളിക്കുക, ഇതൊരു ഗെയിമാണ്, പേടിക്കാനൊന്നുമില്ല, മിണ്ടാതിരുന്നോ, അപ്പൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പറയും. മസിലിനാണെങ്കിൽ വില്ലന്മാരെ പറ്റിച്ച് കാർ ഓടിച്ചുകൊണ്ട് പോവാ. പല ഭാഗത്തു നിന്നും ഷൂട്ടേഴ്സ് ഇവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിള്ളേര് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി മസിലൻ പിള്ളേരോട് ഹെഡ്ഫോൺ വെച്ചിട്ട് TV കാണാൻ പറയും. അവർ TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഹീറോ ചോദിക്കും ഇപ്പോഴെങ്കിലും സത്യം പറയടോ, അവരെന്തിനാണ് നമ്മുടെ പുറകെ വരുന്നത്? ആരാണ് അവര്? മസിലൻ പറയും അവര് നിന്നെയോ എന്നെയോ പിടിക്കാനല്ല വരുന്നത്, സീജയെ കൊണ്ടുപോകാനാണ് വരുന്നത്. അതിൽ തടസ്സം നിൽക്കുന്നവരെ അവർ കൊന്നുകളയും. കാരണം ഞാൻ സീജയെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്റെ കൂടെ പാർപ്പിച്ചിരിക്കുക. ഹീറോ അപ്പൊ വണ്ടി നിർത്തിയിട്ട് നടന്ന സംഭവങ്ങൾ വൃത്തിയായിട്ട് പറയാൻ പറയും. പക്ഷെ ഈ വില്ലന്മാര് ഫോളോ ചെയ്യുന്നതുകൊണ്ട് മസിലൻ വണ്ടി നിർത്തില്ല. പോലീസിനെ വിളിക്കാന്ന് വെച്ചാൽ ഹീറോയുടെ കയ്യിൽ ഫോണില്ല, ഫോൺ മറന്നു വെച്ചു. ആ നേരത്താണ് ഭാര്യ ഈ മസിലന്റെ നമ്പറിലേക്ക് വിളിക്കുന്നത്. മോൻ ചോദിക്കും അമ്മ എന്തിനാണ് ഈ നമ്പറിലേക്ക് വിളിക്കണേന്ന്. അപ്പൊ ഹീറോ പറയാണ് നമ്മൾ എങ്ങാനും മിസ്സായി പോവുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ജെഫിന്റെ നമ്പർ ഞാൻ അമ്മയ്ക്ക് കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് വിളിക്കണേന്ന്. ഇത് കേട്ട ജെഫ് എന്നാ പിന്നെ ഒന്ന് സംസാരിച്ച് കളയാന്ന് പറഞ്ഞ് ഭാര്യയുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഭാര്യയോട് പറയും ഹായ് എമിലി, ഹൗ ആർ യു സ്വീറ്റി? ഞാൻ ഈ നാട്ടിൽ വന്ന് പരിചയപ്പെട്ടതിൽ ഏറ്റവും നല്ല ആളാ തന്റെ ഭർത്താവ്. തന്നെക്കുറിച്ച് വാതോരാതെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും എനിക്ക് വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് വരുന്നത്. ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കണേ. ഇത് കേൾക്കുമ്പോൾ ഭാര്യ വിചാരിക്കും ജെഫ് അടിപൊളി ഒരു മനുഷ്യനാണ്. ഉടനെ ഭാര്യ ഹീറോയ്ക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് ജെഫ് ആള് സൂപ്പറാണല്ലോ, നന്നായിട്ട് സംസാരിക്കുന്നു, പക്ഷെ നിങ്ങൾ പറഞ്ഞത് പൊട്ടനാണ്, അവന് മാനസിക പ്രശ്നം ഉണ്ടെന്നാണല്ലോ, അത് വെറുതെ പറഞ്ഞാണെന്ന് ചോദിക്കുക. ഇത് ജെഫും കേൾക്കുന്നുണ്ട്. ഹീറോ പറയും പൊട്ടനല്ല, സൂപ്പറാണെന്ന് ഞാൻ പറഞ്ഞു, നീ കേട്ടത് തെറ്റിപ്പോയതാ, ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഓട്ടത്തിലാ, പിന്നീട് വിളിക്കാന്ന് ഹീറോ പറയാണ്. അപ്പൊ ഭാര്യ ചോദിക്കും നിങ്ങളെന്താ ആരെങ്കിലും ചേസ് ചെയ്തിട്ട് പോവാണോ എന്ന്. ഉടനെ ജെഫ് പറയാണ് പിന്നല്ലാതെ, ഞങ്ങളിപ്പോ ബമ്പനൊരു ചേസിങ്ങില്ല, അതും ഇന്ന് 2ാം തവണയത്, താൻ പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. ഉടനെ ഹീറോ നീ ഇപ്പൊ തൽക്കാലം വിശ്വസിക്കണ്ട, ഞാൻ വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാം. ഈ നേരം ജെഫ് കാറൊക്കെ വട്ടം കറക്കി തിരിച്ച് ഈ വില്ലന്മാരെയും പറ്റിച്ച് മറ്റൊരു വഴി കൂടെ രക്ഷപ്പെടാൻ നോക്കും. പിള്ളേർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി പാട്ടും വെച്ചിട്ടുണ്ട് വണ്ടിയിൽ. പോണ വഴിയിലെല്ലാം നിറച്ച ആൾക്കാരാ. ഇവന്റെ കാറോട്ടം കണ്ട് പേടിച്ച് കണ്ണടച്ചിരിക്കുക ഹീറോ. അവൻ ഓരോ വില്ലന്മാരുടെ കാറും ബ്ലോക്ക് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഹൈവേയിലേക്ക് എത്തി. ഇപ്പൊ ഹൈവേയിലാണെങ്കിൽ ഒരു പോലീസ് കാർ ഇവരുടെ പുറകെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പോലീസിനെ കണ്ടാൽ കാർ നിർത്താം എന്ന് വിചാരിക്കുമ്പോൾ വില്ലന്മാരെ കാറ് ആ പോലീസ് കാറിനെ ഇടിച്ചു തെറിപ്പിക്കും. ഇവർ വീണ്ടും മുന്നോട്ട് പോവാ. അപ്പണ്ട് നമ്മൾ നേരത്തെ കണ്ട മമ്മ മാഫിയല്ലേ, അമ്മമാരുടെ മാഫിയ ഗ്യാങ്, അവരെ കാറുകൾ പോകുന്നുണ്ടാവും. ഈ സമയത്ത് പ്ലേ സ്റ്റേഷൻ അടിച്ചു പൊളിച്ചിട്ടാണല്ലോ ഹീറോയ്ക്ക് രക്ഷപ്പെട്ടു വന്ന്. അതുകൊണ്ട് ഇവരെ കാറിന് ഒരു ഡേഞ്ചർ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരെ കാർ എവിടെ കണ്ടാലും സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ പ്രദേശത്തുള്ളവർക്ക് ഡേഞ്ചർ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മമ്മ മാഫിയ കാണും. ആ നേരത്താണ് ഈ കാറും വരുന്നത്. ആ കാറിനെ വെറുതെ വിടണ്ട, നമ്മളെ കാറ് കൊണ്ട് ആ കാറിനെ ബ്ലോക്ക് ചെയ്യാന്ന് മൂത്ത മമ്മ ബാക്കിയുള്ള ലേഡീസിനോട് പറയാണ്. ഹീറോയാണെങ്കിൽ അവരെ കാണല്ലേ, കുടിച്ചി പെണ്ണുങ്ങളാ, അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാം, വണ്ടി നിർത്തല്ലേ എന്ന് മസിലിനോട് പറയുന്നുണ്ട്. എന്നാൽ മസിലിന് ആ മുന്തിയ അമ്മച്ചിയെ ഇഷ്ടപ്പെട്ടു. അവരെ ലൈൻ അടിച്ചവൻ വണ്ടി ഓടിക്കുക. ഈ പെണ്ണാണെങ്കിൽ ഇയാളെ കണ്ടുടനെ പേടിപ്പിക്കാൻ വേണ്ടി വണ്ടി അയാൾ ഇടിക്കുന്നത് പോലെ ഓടിക്കും. എന്നിട്ട് പെമ്പട്ടി എന്നുള്ള തെറിയും വിളിക്കുന്നുണ്ട്. ഉടനെ തടിയൻ അവളെ പേടിപ്പിക്കാൻ വേണ്ടി വണ്ടി കൊണ്ടുപോയി അവളെ വണ്ടിയിൽ ഇടിക്കുന്നുണ്ട്. അപ്പൊ ഈ അമ്മച്ചി മകനോട് അവരെ ടേസർ ഗണ്ണെടുത്ത് ഈ മസിലിന്റെ മോന്തയ്ക്ക് വെടിവെക്കാൻ പറയും.
മസിലിനൊരു പെണ്ണുപിടിയനാ അമ്മയെ ഉപദ്രവിക്കാൻ വരുന്നു, അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓൻ ആ വില്ലന്റെ മോന്തയിലേക്ക് വെടിവെക്കണം എന്ന് പറയും. ഈ ചെറുക്കന് പേടിയുണ്ട്, എന്നാൽ അമ്മ പറയുന്നത് കേട്ട് പയ്യൻ വെളിയിലേക്ക് തോക്ക് ചൂണ്ടുക. അപ്പൊ തടിയൻ ഹീറോയോട് പറയും, ആ എതിർ ടീമിലെ വില്ലൻ എന്നെ വെടിവെച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്, നമുക്കതിനു മുന്നേ അവനെ കൊന്നുകളയണമെന്ന്. അപ്പൊ ഹീറോ പറയാണ്, അവന് 12 വയസ്സുള്ളത് ഒരു കൊച്ചു പയ്യനാ, നിനക്കെന്താടാ പ്രാന്ത് പിടിച്ചോന്ന്. അപ്പൊ മസിലൻ 12 വയസ്സുള്ള അഡൾട്ടാണ് അവൻ, ആക്രമിച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യും, അവനെതിരെ പോരാടണം. വില്ലൻ ആ ചെറുക്കനെ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ തെണ്ടി, ധൈര്യമുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുക. ഉടനെ ചെറുക്കം ഫയറായി, നീയാടാ തെണ്ടി, ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വാടാന്നും പറഞ്ഞ് പയ്യനാ തോക്കിന്റെ കാഞ്ചി ആഞ്ഞു വലിക്കാൻ നോക്കും. ഈ നേരത്ത് മസിലൻ വണ്ടി വെട്ടിത്തിരിക്കും. ഉടനെ ചെറുക്കൻ അറിയാതെ അവന്റെ അമ്മയെ തന്നെ ഷൂട്ട് ചെയ്യുവാണ്. ടേസർ അടിച്ച പെണ്ണ് കാട്ടിലേക്ക് കാർ ഇടിച്ചോടിക്കുക. അങ്ങനെ ആ പെണ്ണുങ്ങളെ നിന്നും രക്ഷപ്പെട്ട് മസിലൻ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവാണ്. ഇപ്പൊ അവരെല്ലാവരെയും പറ്റിച്ച് ഏതോ ഒരു തെരുവിലേക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് ഉരുണ്ട് പുറകിലേക്ക് പോകുന്നുണ്ടാവും. നീ എന്തിനാടോ ഇവിടെ വണ്ടി നിർത്തിയെന്ന് ഹീറോ ചോദിക്കുമ്പോൾ, കട്ടെടുത്ത വണ്ടി കൂടെ കൊണ്ടുപോയ കുഴപ്പ, നമുക്ക് അടുത്തൊരു വണ്ടി കട്ടെടുക്കാമെന്ന് മസിലൻ പറയുകയാണ്. അപ്പൊ ഹീറോ, നിന്റെ കൂടെ ഇനിയും കുറ്റങ്ങളും കൊലപാതകങ്ങളും ചെയ്യാൻ ഞാനില്ല, ഞാനും എൻ്റെ മകനും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്, നീ എവിടെയെങ്കിലും പോയി ചത്തോന്നും പറഞ്ഞ് കുണ്ടൻ മകനെ വിളിക്കും. ഈ സമയത്ത് ആ ഉരുണ്ടുപോയ കാർ എവിടെയോ ഇടിച്ച് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ആ വഴി പോയാൽ നാട്ടുകാർ പിടിച്ചു തല്ലും. സോ ഗുണ്ടൻ വേറെ വഴിയില്ലാതെ മസിലിനെ ഫോളോ ചെയ്ത് പോവാ. എന്നെ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കെന്ന് ഹീറോ ആ മസിലിനോട് പറയാണ്. അപ്പം അയാൾ പറയും, വീട്ടിൽ പോകുന്നത് തനിക്ക് ഇനിയും ഡേഞ്ചറാണ്, കാരണം എന്നെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ തന്നെയും തൻ്റെ കുടുംബത്തെയും വളരെ പെട്ടെന്ന് തന്നെ അവർ കണ്ടുപിടിക്കും. ഒരാൾ പോലും ഇല്ലാതെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കും. അതുകൊണ്ട് തിരിച്ചു പോകുന്നത് നല്ലതല്ല, ഞാൻ പറയുന്ന അനുസരിക്കും. ഈ സമയത്ത് പിള്ളേര് ഏതോ കൂൾ ഡ്രിങ്ക്സ് കട കാണുമ്പോൾ അവിടെ ചെന്ന് ഡ്രിങ്ക്സ് കുടിക്കാമെന്നും പറഞ്ഞ് ആ കടയ്ക്കകത്ത് കയറി പോവാ. അപ്പം നമ്മുടെ മസിലൻ, ഞാൻ യഥാർത്ഥ കഥ എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാം, അപ്പം നീ എല്ലാം മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ട് സംഭവിച്ച കാര്യങ്ങളുടെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുക. പുള്ളിക്കാരൻ ആർമിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരു കമ്പനിയിൽ സെക്യൂരിറ്റി ആയിട്ട് കഴിയായിരുന്നു. ആ ഫാക്ടറിക്കകത്ത് എന്താ നടക്കണമെന്ന് നോക്കാൻ പറ്റില്ല, വെളിയിൽ ഇങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുക, അത് മാത്രമാണ് ജോലി. ഈ കമ്പനിയിൽ ഒരേ ഒരു സൂപ്പർവൈസറെ ഉണ്ടായിരുന്നുള്ളൂ, ജോലിക്കാരുമില്ല, ഒരു സൂപ്പർവൈസർ മാത്രം. അയാൾ അകത്ത് പോവും, പുറത്തു വരും. ഇത് മാത്രമാണ് ജെഫ് കുറേ നാളായിട്ട് കണ്ടത്. ഒരു ദിവസം ഒരു പ്രത്യേക വാൻ വലിയൊരു പെട്ടി ഈ കമ്പനിയിലേക്ക് ഡെലിവറി ചെയ്തു. അതിനകത്ത് എന്താണെന്നറിയില്ല. എന്തായാലും സെക്യൂരിറ്റി, അതായത് ജെഫ്, ഈ പെട്ടി എടുത്തുകൊണ്ട് ഫാക്ടറിയുടെ അകത്തേക്ക് കൊണ്ടുപോയി വെക്കും. അപ്പോഴാണ് ആരോ അകത്ത മുറിയിൽ നിന്നും ആഞ്ഞു മുട്ടുന്നതിന്റെ ശബ്ദം ജെഫ് കേൾക്കുന്നു. കള്ളനാണെന്ന് വിചാരിച്ച് ഡോറ് ചവിട്ടി പൊളിച്ചു നോക്കുമ്പം ഒരു കുഞ്ഞു പയ്യൻ അവരെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു.